ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന 2 ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത്, നിങ്ങളുടെ ഫോണിൽ നേരത്തെ തന്നെ നിങ്ങൾ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് നിങ്ങളുടെ ചാറ്റുകളിൽ ഏതെങ്കിലും പ്രത്യേക വാക്കുകൾ അടങ്ങിയ ചാറ്റുകൾ മാത്രമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വാട്സാപ്പ് മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണുന്ന പോലെ റീഡ് മോർ ലിങ്കുകൾ എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഖിൽ. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചാറ്റുകളിലെ പ്രത്യേക മെസ്സേജുകൾ മാത്രമായിട്ട് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പ് ഏറ്റവും പുതിയ വെർഷനിൽ അപ്ഡേറ്റ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും. അതുമല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ തന്നെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ 3 ഡോട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഏത് മെസ്സേജ് ആണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേർഡുകൾ നിങ്ങളോട് ടൈപ്പ് ചെയ്യുക. എനിക്ക് വാട്സാപ്പുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് ആണ് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത്. ഞാൻ അതിനെ വാട്ട് എന്ന് സെർച്ച് ചെയ്യുന്നു. ശേഷം ഞാൻ സെർച്ച് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, വാട്ട് എന്ന ഭാഗം മാത്രം മഞ്ഞ നിറത്തിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ഒരു ഏരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത അതേ വാക്ക് എവിടെയാണോ ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ നേരത്തെ കണ്ട മെസ്സേജ് എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണിത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ട്രിക്കിലേക്ക് കടക്കാം. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളിൽ ഇതുപോലെയുള്ള റീഡ് മോർ എന്ന ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഇത്രയും ദിവസമായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ് എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന കാര്യം കൂട്ടുകാർ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് എത്തുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു പേജിൽ നിന്നും ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതൊരു ടെക്സ്റ്റ് ഫയലാണ്. ഡൗൺലോഡ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഒരു പേജിൽ എത്തുന്നതാണ്. മീഡിയ ഫയറിലാണ് ഈ ഒരു ഫയൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റീഡ് മോർ കോഡ് എന്ന ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഗൂഗിൾ ക്രോമിലായിരിക്കും ഓപ്പൺ ആവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ 3 വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഓപ്പൺ വിത്ത് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഫയലുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ES നോട്ട് എഡിറ്റർ, ഡോക്സ്, HTML വ്യൂവർ എന്നിവയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ ES നോട്ട് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുപോലെയുള്ള ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിലൊന്നും തന്നെയില്ല. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബ്രാക്കറ്റുകൾ ഒഴിവാക്കിയ ശേഷം മറ്റുള്ള ഭാഗങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ 3 വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് വരുന്നതാണ്. ശേഷം നിങ്ങൾ ഈ ഒരു കോഡ് അതുപോലെ കോപ്പി ചെയ്യുക. ചില ഫോണുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും. ചില ഫോണുകളിൽ അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി ഓപ്ഷൻ വരുന്നതാണ്. നിങ്ങൾ ഇത്രയും ഭാഗം കോപ്പി ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റ് ഒഴിവാക്കുക. ബ്രാക്കറ്റ് ഒഴിവാക്കിയ ശേഷം മാത്രം കോപ്പി ചെയ്യുക. ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്തു. ഇനി ഞാൻ പോകുന്നത് എൻ്റെ വാട്സാപ്പിലേക്കാണ്. ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. ശേഷം ഒരു മെസ്സേജ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, ഹായ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുക, അവസാനത്തെ ബ്രാക്കറ്റ് ഇവിടെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബാക്ക് സ്പേസ് കൊടുക്കുന്നു. ഒന്നുകൂടെ ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യാണ്. ശേഷം ഞാൻ ഹൗ ആർ യു ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ഈ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ അയച്ച മെസ്സേജ് ഹായ് എന്ന് മാത്രമാണ് ഏറ്റവും മുകളിൽ കാണുന്നത്.
ശേഷം റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും റീഡ് മോർ എന്നാണ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൗ ആർ യു എന്ന് കാണാൻ സാധിക്കും. വീണ്ടും താഴെ റീഡ് മോർ എന്നാണ്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഡു യു ഡു എന്ന് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് റീഡ് മോർ എന്നാണ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ താങ്ക്സ് എന്ന് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടെ പറഞ്ഞു തരണ്ടേ. ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഭാഗത്തുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് വാട്സാപ്പിന് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ സാധിക്കാത്ത ടെക്സ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് കാണുന്നത്. നമ്മളിത് വാട്സാപ്പിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് വാട്സാപ്പ് കരുതുന്നത് അവിടെ മറ്റെന്തോ ടെക്സ്റ്റ് ഉണ്ട് എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ റീഡ് മോർ എന്നതായിട്ട് കാണുന്നത്. അഥവാ നിങ്ങൾ വെറുതെ സ്പേസ് മാത്രമായിട്ട് എൻ്റർ ചെയ്ത് ഇതുപോലെ ഹൗ ആർ യു വീണ്ടും കുറേ സ്പേസ് അതുപോലെ ഹൗ ഡു യു ഡു എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജുകളെല്ലാം കൂടി ചേർന്ന് ഒരു ചെറിയ മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതുപോലെ റീഡ് മോർ എന്ന ഓപ്ഷൻ അവിടെ വരില്ല. കൂട്ടുകാർക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത്തരം വീഡിയോകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം നിഖിൽ.